എന്തുകൊണ്ടാണ് അഡിനോയിഡിൻ്റെ സർജറി കഴിഞ്ഞാലും അഡിനോയിഡിൻ്റെ റീഗ്രോത്ത് വരുന്നത്? പല മാതാപിതാക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അഡിനോയിഡ് സർജറി പരാജയമായതുകൊണ്ടല്ല അഡിനോയിഡിന് റീഗ്രോത്ത് വരുന്നത്. പകരം ഇത് അഡിനോയിഡ് കൺട്രോൾ ആവാത്തത് ഇതിന് പിന്നിലുള്ള റൂട്ട് കോസ് ആയിട്ടുള്ള അലർജി കാരണമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നും അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ പിന്നിൽ നിൽക്കുന്ന യഥാർത്ഥത്തിലൊരു കാരണം എന്ന് പറയുന്നത് അലർജിയാണ്. അലർജി ഉള്ള സമയത്ത് കുട്ടിക്ക് മൂക്കിലും തൊണ്ടയിലും അടുത്തുള്ള ടിഷ്യൂസിലൊക്കെ കണ്ടിന്യൂസ്ലി ഇൻഫ്ലമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡിനോയിഡക്ടമി ചെയ്യുന്ന സമയത്ത് അഡിനോയിഡും ടിഷ്യൂസും എല്ലാം റിമൂവ് ചെയ്യുന്നു. പക്ഷേ ഈ ഒപ്പമുള്ള അലർജി കൺട്രോൾ ആവാത്ത സിറ്റുവേഷൻസിൽ വീണ്ടും അഡിനോയിഡിന് റീഗ്രോത്ത് പലപ്പോഴും കാണുന്നു. ഒപ്പം തന്നെ പോയ സിംറ്റംസ് എല്ലാം, അതായത് രാത്രി ഉറങ്ങുന്ന സമയത്ത് വായ തുറക്കുന്നത്, കൂർക്കം വലിക്കുന്നത്, ഭയങ്കര ടയേർഡാവുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നത്, ഇതെല്ലാം കുട്ടികളിൽ വീണ്ടും തിരിച്ചു വരുന്നു. പല മാതാപിതാക്കളും വിചാരിക്കുന്നത് അഡിനോയിഡിൻ്റെ സർജറി കഴിഞ്ഞു, ഒപ്പം തന്നെ അലർജിയും മാറിയിട്ടുണ്ടാവുമെന്നാണ്. സർജറി അഡിനോയിഡിനെ നീക്കം ചെയ്യും, പക്ഷേ അവിടെ നിൽക്കുന്ന അലർജിയെ പ്രോപ്പറായിട്ട് പലരും ചികിത്സിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സർജറിയുടെ മുന്നേ എന്തൊക്കെ സിംറ്റംസ് കുട്ടി കാണിച്ചോ ഇതിലേക്ക് തന്നെ വീണ്ടും വരുന്നു. ഇതുകൊണ്ട് തന്നെ അഡിനോയിഡിൻ്റെ സർജറി കഴിഞ്ഞാലും കുട്ടികളിൽ ഞാൻ ചില സിംറ്റംസ് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റാലുള്ള തുമ്മൽ, രാത്രി കിടക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും ചുമയുണ്ടോ, ഉറങ്ങുന്ന സമയത്ത് വായ തുറന്നാണോ കുട്ടി ഉറങ്ങുന്നത്, പകൽ സമയത്തും കുട്ടി ആക്റ്റീവാണോ അതോ ക്ഷീണിതമായിട്ട് കാണപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡസ്റ്റ് അലർജി, പെറ്റ് അലർജി, ഒപ്പം തന്നെ സീസണൽ അലർജി, ഇത് കുട്ടിക്ക് ഉണ്ടെങ്കിൽ കുട്ടിയുടെ മൂക്കിൻ്റെ ഉള്ളിൽ വീണ്ടും ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് അഡിനോയിഡിന് റീഗ്രോത്ത് ഉണ്ടാക്കുകയും സർജറി ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ എല്ലാ ബെനിഫിറ്റ്സും നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പഴയ സിംറ്റംസ് എല്ലാം തിരിച്ചു വരുന്നു. സർജറി കഴിഞ്ഞ് ഏറ്റവും ബെനിഫിറ്റ്സ് കിട്ടുന്നത് അലർജി പ്രോപ്പറായി മാനേജ് ചെയ്യുന്ന കുട്ടികളിൽ മാത്രമാണ്. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് തന്നെ ഇവരെത്തുന്നു. ഇങ്ങനെ അലർജി പ്രോപ്പറായി മാനേജ് ചെയ്യുന്ന കുട്ടികളിൽ അവരുടെ ഉറക്കം മെച്ചപ്പെടും. രാത്രി കൂർക്കം വലി പലപ്പോഴും കാണുന്നുണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ ഫ്രഷ് ആയിരിക്കും. സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ഫോക്കസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ള കാര്യം, അഡിനോയിഡ് സർജറി ഒരു ചികിത്സയുടെയും അവസാനമല്ല. കാരണം സർജറി കഴിഞ്ഞാലും അലർജി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ കുട്ടിക്കും അഡിനോയിഡിൻ്റെ സർജറി കഴിഞ്ഞെങ്കിലും സിംറ്റംസ് വീണ്ടും വരുന്നുണ്ടോ? അലർജിയെ പറ്റിയിട്ടും അഡിനോയിഡിനെ പറ്റിയിട്ടും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.